പാലക്കാട് നെന്മാറയിൽ പ്രായമായ സ്ത്രീകളുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് മന്ത്രവാദി ചമഞ്ഞ് തട്ടിപ്പ് വ്യാപകമാകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രോഗശമനത്തിന് സ്വർണ്ണാഭരണം നാരങ്ങയിൽ വെച്ച് പൂജ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. നെന്മാറ സ്വദേശിനി 50-കാരിയുടെ 3/4 പവൻ്റെ സ്വർണം കവർന്നു. സംഘത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളുണ്ടെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് നെന്മാറയിൽ വിചിത്രമായൊരു മോഷണം കഴിഞ്ഞ ദിവസം നടന്നു. രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ ആളുകൾ വീട്ടിലെത്തുകയും 50-കാരിയുടെ 3/4 പവൻ വരുന്ന സ്വർണ്ണാഭരണം കവരുകയും ചെയ്തു. സ്വർണ്ണാഭരണം ഒരു നാരങ്ങയ്ക്കുള്ളിലാക്കി രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞാണ് അവർ ഈ സ്വർണം കബളിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഉമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ആ തട്ടിപ്പ് നടത്തിയത്? ഒരു ആണിൻ്റെ വേഷത്തിൽ തന്നെയാണ് കയറി വന്നു. രോഗം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം രോഗം മാറിയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ അവൻ എൻ്റെ കമ്മൽ വേണം പറഞ്ഞു. ഒരു കമ്മലും തിരുവും പോരാ, 2 ചെറുനാരങ്ങയിൽ 2ലും വെക്കാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യമാണ് വിചാരിച്ചത്. ഈ പൊടിയിൽ വന്ന ഡൗട്ടാണോ എനിക്കറിയില്ല. വലിയ കമ്മൽ 2 കമ്മലും കൊടുത്തു. ഒന്ന് കൊടുത്തിട്ട് അവൻ പോരാ പറഞ്ഞു. പിന്നെ 2 ഊരി കൊടുത്തു. 2 എൻ്റെ മുമ്പർത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ചെറുനാരങ്ങൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തി വെച്ചു. ഞാൻ തന്നെ പൂത്തി കൊടുത്തു. അവൻ തന്നെ തിരികൊട്ടു. എനിക്ക് കണ്ണ് പറ്റില്ല എന്തോ പോലെ തോന്നുമ്പോൾ തിരികെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 2 കമ്മലും 2 പുളിയിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ചായ വെക്കാൻ പറഞ്ഞു. ചായ വെച്ചോ, ഞാൻ വേഗം പോയി ഗ്യാസ് എത്തിച്ച് 1 ഗ്ലാസ് വെള്ളം വെച്ച് പൊടിയിടാൻ പിന്നെ അങ്ങനെ 3 പ്രാവശ്യം പോയി നോക്കണതിൻ്റെ ഇടയിൽ ഈ ചെറുനാരിങ്ങനെ ഇങ്ങനെ കൂട്ടണം കണ്ടു. ഈ നൂലെടുത്ത് ഇങ്ങനെ ചുറ്റി. എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറ്റിക്കപ്പെട്ടു മനസ്സിലായത് എപ്പോഴാണ്? അവനൊരു കള്ള നമ്പർ തന്നിട്ട് പോയി. ആ നമ്പർ 6 മണിക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു. എന്തായാലും ഈ സംഭവം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങൾ, തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള ഒരുപാട് സംഘങ്ങൾ ഇതുപോലെ തട്ടിപ്പുമൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മയെ പോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ ഉള്ള വീട്ടിലെത്തിയാണ് അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.